നല്ല ചൂടായി തുടങ്ങിയിട്ടില്ലേ? ഈ ഒരു ചൂടത്തെ ശരീരം തണുപ്പിക്കാനും നല്ലൊരു ദഹനത്തിനും ക്ഷീണമൊക്കെ മാറി നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും പറ്റിയ നല്ലൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് കൂടിയാണിത്, റാഗി കൂഴ. തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഈ നല്ല ചൂട് സമയത്ത് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, അതായത് ഉടമ്പ് കുളിർച്ചയ്ക്ക് വേണ്ടി കുടിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇതിങ്ങനെ അങ്ങ് കുടിക്കുന്നവരുണ്ട്, അച്ചാറൊക്കെ തൊട്ട് കഴിക്കുന്നവരുണ്ട്, പച്ചമാങ്ങ കടിച്ച് സാപ്പിടുന്നവരുണ്ട്, എപ്പടി വേണേലും സാപ്പിടலாம். വാങ്ങ ചെയ്ത് പാക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിയരി എടുത്തിട്ടുണ്ട്. ഇത് മട്ട അരിയുടെ പൊടിയരിയാണ്. നിങ്ങൾ ചോറിന് വെക്കുന്ന ഏത് അരിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല. പൊടിയരിയായിട്ട് കയ്യിലില്ലെങ്കിൽ മിക്സഡ് ജാറിനകത്തോട്ട് അരി ഇട്ടതിന് ശേഷം പൾസ് മോഡിലടിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. ഞാൻ അങ്ങനെ എടുത്താണ്. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് റാഗിപ്പൊടി ചേർക്കുക. 1 കപ്പ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃത്യമായിട്ട് അളവുകളൊന്നുമില്ല. അല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുക്കുന്ന അളവൊന്ന് കാണിക്കുന്നതെന്ന് മാത്രം. ഇനി ഇതിലോട്ട് 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കണം. ഒരുപാട് തിക്കാക്കിയിട്ട് കലക്കി വെക്കരുത്. നല്ലവണ്ണം ലൂസായിട്ട് തന്നെ കലക്കി വെക്കുക. റാഗിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ റാഗി ഒരു 3 മണിക്കൂർ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ട് നല്ലവണ്ണം അരിച്ചെടുത്താലും മതി. റെഡിമെയ്ഡ് പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലെ നല്ലവണ്ണം കഴുകിയൊക്കെ അരച്ചെടുത്തതും പൊടിച്ചു വെച്ചതുമാണ്. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മട്ടയരി പൊടിയരി ഉണ്ടല്ലോ, നല്ലവണ്ണം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ചേർക്കാം. ഇനി കുറച്ചേറെ വെള്ളം ഒഴിക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളമോളം ഒഴിക്കുക. നല്ലവണ്ണം ഇത് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ ചോറ് വേകുന്ന അളവിന് നല്ലവണ്ണം വേവിച്ചെടുക്കുക. വെള്ളം പോരെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിക്കാവുന്നതാണ്. നല്ലവണ്ണം വെന്ത് വരട്ടെ. ചട്ടിയിൽ തന്നെ ഇങ്ങനെ വേവിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കുക്കറി വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടാനായിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച്, കഞ്ഞോളമൊക്കെ ഏറെ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഏറെ വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് വേവിച്ചെടുത്താലും മതി. ഇപ്പം നമ്മൾ സാധാരണ ചോറ് വേകുന്ന പോലെ ഒന്ന് തൊട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര അളവിന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പൊടിയരിയാണ് എടുത്തത്. 2 എടുത്താലും ഇല്ല 4 എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മതി പൊടിയരി. അതായത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിന് ശേഷം ഇതിലോട്ട് കഞ്ഞോളം ഒന്നും ഊറ്റിക്കളയേണ്ട, അതിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. വെട്ടിത്തിളയ്ക്കണം. വെട്ടി തിളയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. തീ ഇനി നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇനി റാഗി കലക്കി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം. ഈ സമയത്ത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുറുകി കട്ടിയായി പോവും, വേഗത്തുമില്ല. ഇളക്കിക്കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇനി റാഗി ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് അടുത്തായിട്ട് വേണ്ടി വരും ചെറു തീയിൽ തന്നെ വെന്ത് കിട്ടാനായിട്ട്. വെന്തെന്നറിയുന്നത് റാഗി കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാകുകയും ചെയ്യും. പിന്നെ ഈ മാവിനുണ്ടല്ലോ ഒരു ചെറിയൊരു ഷൈനിങ് നമുക്ക് കാണാൻ പറ്റുമേ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെന്തതായിട്ട്. അറിയാത്തവർക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പച്ചപ്പൊടിയുടെ ടേസ്റ്റ് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ കൊടുക്കുക. റാഗി വേകുന്നതിന് മുമ്പേ വെള്ളം വറ്റി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. റാഗി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു വല മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടപ്പ് അത്ര ശാലം മാറ്റി വെച്ച് നന്നായിട്ട് ആറാൻ വിടുക. ആറിയതിന് ശേഷം നല്ലവണ്ണം മൂടി വയ്ക്കുക. ഒരു രാത്രി ഫുള്ളായിട്ട് മൂടി വയ്ക്കുക. പിറ്റേ ദിവസം ഇത് തുറന്നു നോക്കാം. ഇതൊരു 10.5 മണിക്കൂർ 11 മണിക്കൂർ അടുത്താകാറായിട്ടുണ്ട്. ഞാനിത് തുറന്നു നോക്കുകയാണ്. ഇത് പുളിച്ച് വരാൻ വേണ്ടിയാണ് രാത്രി ഫുള്ളായിട്ട് ഇത്ര സമയം കൊടുത്ത് വെച്ചത്. ഇത് പുളിച്ച് പതഞ്ഞ് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് പുളിച്ചിട്ടുണ്ട്. ഇതിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ. ഇതിനി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഡ്രിങ്ക് ആക്കി മാറ്റാം. ഇതിൽ നിന്ന് കുറച്ചെടുത്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കാണാൻ പാകത്തിന് ഞാൻ ഒരു പരന്ന ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ചെറുള്ളിയാണ് ഇതിനകത്ത് മുഖ്യമായിട്ട് ചേർക്കേണ്ടത്. കുറച്ചേറെ എടുത്തിട്ടുണ്ട് ചെറുള്ളി. ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2, 3, 4 സ്പൂണൊക്കെ ഒരു ചട്ടിയിലോട്ട് ഇടുക. ഇനി എരിവ് കുറഞ്ഞുള്ള നമ്മുടെ എരിവിന് പാകത്തിനുള്ള പച്ചമുളക് എടുക്കുക. അത് ചെറുതായിട്ട് അരിയണം ഇതുപോലെ. അത് നമ്മുടെ എരിവിന് പാകത്തിനിടുക. ഇനി കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളകൊക്കെ ഞെരടി എടുക്കാറില്ലേ, ഒന്നുകിൽ കൈ കൊണ്ട് ഞെരട, ഇല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചൊന്ന് തേച്ച് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
തമിഴ്നാട്ടിലുള്ളവർ ഇങ്ങനെയൊന്നും തേച്ചൊന്നും ഇടത്തില്ല കേട്ടോ. അവരിങ്ങനെ അങ്ങ് അതിനകത്തോട്ട് ഇടത്തേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ആ ഉള്ളിയുടെ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ കുറച്ചുകൂടി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതാ കുറുക്കി വെച്ചതിനകത്തുനിന്ന് ഒരു 3 തവി ചേർക്കുകയാണ്. 3 എടുക്കാവുന്നൊന്നുമില്ല, എത്ര വേണേലും ഒക്കെ ചേർക്കാവേ. നമ്മുടെ ഇഷ്ടത്തിന് ഇനി ഇത് മിക്സ് ചെയ്യാവുന്നതാണ് എല്ലാം. ഇനി 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിനകത്ത് അടിച്ചിട്ട് മോരാക്കി എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുക്കാവുന്നതാണ്. പുളിക്കനുസരിച്ചും തൈര് ചേർക്കാവുന്നതാണ്. ഒത്തിരി കട്ടിക്ക് അങ്ങ് തൈര് ചേർക്കേണ്ട, മോര് പോലാക്കി എടുക്കുക. ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ചൊഴിച്ചിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇങ്ങനെ മോരൊഴിച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങ് കോരി ഒഴിക്കാവുന്നതാണ് മോര്. ഇപ്പം ഞാൻ ഈ മിക്സ് ചെയ്യുന്നത് വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, ഷെയ്ക്കൊക്കെ എടുക്കുന്ന ഗ്ലാസിൻ്റെ 2 ഗ്ലാസ്സിനുള്ള അളവുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ മോരൊഴിച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന റാഗി കാച്ചിയതുണ്ടല്ലോ, അത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി. 2-3 ദിവസത്തേന് കൂടി നമുക്ക് ഉപയോഗിക്കാം. കുറേശ്ശെ എടുത്ത് നമ്മുടെ ആവശ്യാനുസരണം ഇതുപോലെ കൂട്ടിയെടുത്താൽ മതി മോര് ചേർത്ത്. ഇതിപ്പോൾ മോര് ചേർത്ത് ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മോര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ആവശ്യമായിട്ട് വരും. ഉപ്പൂടെ ചേർത്തിളക്കണം. വീണ്ടും കുറച്ചേറെയായിട്ട് ചെറുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കാറുണ്ട്. ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ചെറുള്ളിയാണ് ചേർക്കാറുള്ളത്. വീണ്ടും കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിയില ചേർക്കണം. നല്ല ഫ്ലേവറാണ് ഇതിനകത്ത്. മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്യണേ. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് റാഗി പൊടിയിൽ കാച്ചി വെച്ചിട്ടില്ല. അത് മൊത്തത്തിൽ ഒരു 7-8 പേർക്ക് കുടിക്കാനുള്ളതുണ്ട്. കുറച്ചുകൂടി ലൂസാക്കിയാൽ 1-2 പേർക്ക് കൂടുതൽ കുടിക്കാം. ഇതിങ്ങനെ കുടിക്കുന്നതാണ്. ചിലർക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി പച്ചമാങ്ങ സീസണോടാണല്ലോ, പച്ചമാങ്ങയിൽ മുളക് കൂടൊക്കെ വിതറിയതിന് ശേഷം 1 കൗളി ഇതും കുടിച്ചിട്ട് പച്ചമാങ്ങ കടിക്കുക, അല്ലെങ്കിൽ ചെറുള്ളി വീണ്ടും ഇതിൻ്റെ കൂടെ ചെറുള്ളിയുടെ കടിച്ച് കഴിക്കുന്നവരുണ്ട്. തൈരിനകത്തിട്ട് മുളക് വറുത്ത് ചേർത്ത് കഴിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് എങ്ങനെ വേണേലും കഴിക്കാം. എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞ് നമ്മുടെ വയറ് ഫുള്ളാവുകയും ചെയ്യും. നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല. നല്ല റിഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറഞ്ഞ അളവിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവരും ക്ഷീണമൊക്കെ മാറിയിട്ട് റിഫ്രഷായിട്ട് ഇരിക്കട്ടെ. പിന്നെ കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.